26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഗൾഫിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളിൽ വലിയ മാറ്റം. യാത്രക്കാരുടെ സുരക്ഷയും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ അധികൃതർ വൈകിപ്പിച്ചു. അതേസമയം യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് എയർലൈൻസുകൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളിൽ വലിയ മാറ്റമാണ് വന്നത്. യാത്രക്കാരുടെ സുരക്ഷയും സാഹചര്യങ്ങളെയും കണക്കിലെടുത്ത് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ അധികൃതർ വൈകിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ന് പുലർച്ചെ 2:30 മാറ്റിയത്. രാത്രി 10 പുറപ്പെടേണ്ടിയിരുന്ന ബഹ്റൈൻ വിമാനത്തിന്റെ സമയം ഇന്ന് രാവിലെ 8 മണിയാക്കി പുനഃക്രമീകരിച്ചു. കൂടാതെ രാത്രി 8:30 പുറപ്പെടേണ്ട ദമാം വിമാനം രാത്രി 10 മാത്രമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്നും എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. വിമാനങ്ങളുടെ സമയമാറ്റത്തെ തുടർന്ന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വിമാന കമ്പനി ഖേദവും പ്രകടിപ്പിച്ചു. അടിയന്തര സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട സമയവിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. അതേസമയം യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് എയർലൈൻസുകൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് പുതിയ ആരോഗ്യ പ്രഖ്യാപന നടപടികളും നിർബന്ധമാക്കി. സിംഗപ്പൂർ എയർലൈൻസ് സിംഗപ്പൂർ ദുബായ് സർവീസുകൾ ഒക്ടോബർ 24 വരെ റദ്ദാക്കിയതായി അറിയിച്ചു. യാത്ര റദ്ദാക്കിയവർക്ക് പൂർണ്ണ റീഫണ്ടോ യാത്ര മാറ്റിവെക്കാനുള്ള സൗകര്യമോ ലഭിക്കും. ബ്രിട്ടീഷ് എയർവേസ് ദുബായിലേക്കും ദുബായിൽ നിന്നുള്ള യാത്രക്കാർക്കുള്ള ടിക്കറ്റ് മാറ്റം റദ്ദാക്കൽ ഇളവുകൾ ഒക്ടോബർ 31 വരെയും നീട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.